നല്ല മാക്സുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും. ഞാനത് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അനുഭവമാണോ അതോ സ്നേഹമാണോ അതോ ഒരു അടിക്കമ്പയാണോ എന്താണ് അങ്ങയുടെ മനസ്സിൽ? ഈ ലാലേട്ടൻ പറഞ്ഞ ഈ എല്ലാം കൂടിയിട്ടുള്ള ഒരു വികാരമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു. അതെ, അത് തുറന്നു പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടി. ഇതാണ് ഇന്നലെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അനീഷ് പറഞ്ഞത്. ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് അനുവിന്റെയും അനീഷിന്റെയും ആ ഒരു ലവുമായിട്ടുള്ള ഒരു വിഷയം. എങ്കിൽ എന്നോട് പറ ഏത് ഐ ലവ് യു എന്നുള്ള ഒരു ലാലേട്ടന്റെ ഡയലോഗ് വെച്ചാണ് ആ ഒരു വിഷയം തുടങ്ങിയത്. ആദ്യം തന്നെ തുടങ്ങിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കേരള പ്രഭയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിരുന്നു. ഏത് കേരളം ഉണ്ടായത് എന്നാണ്, അതോടൊപ്പം തന്നെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാരാണ്, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ചോദിച്ചു. അതില് സംസ്കൃതം പഠിച്ച അനുമോളോട് ചോദിക്കുന്നു, പഠിച്ചതല്ലേ ഒന്നും അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അനുമോൾ അതിന്റെ അകത്ത് പല കാര്യങ്ങളും പറയാതെ പോകുന്നു. അതോടൊപ്പം തന്നെ നെവിൻ അതിനിടയ്ക്ക് ചില കോമഡികളൊക്കെ അടിക്കുന്നു. എന്തായാലും ആ ഒരു ഫണ്ണായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അതിൽ പലരും തെറ്റാണ് പറഞ്ഞത്, പിന്നെ ശരിയായിട്ട് പറഞ്ഞവരുമുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് നേരെ ജമ്പ് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിലേക്കാണ്. ആദ്യം തന്നെ അക്ബറിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അക്ബർ ഇവിടെ ഈ പ്രേമപ്പാട്ടൊക്കെ പാടി നടക്കുന്നല്ലോ, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇതുപോലെ ഭാര്യയെ മിസ് ചെയ്യുന്ന ആ ഒരു കാര്യം കൊണ്ടൊക്കെ പാടിയാന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രണയം മണക്കുന്നുണ്ടോ അക്ബറെ എന്നുള്ള ഒരു കാര്യം ചോദിക്കുമ്പോൾ അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ലാലേട്ട അനീഷേട്ടനിൽ തുടങ്ങി അനുവിൽ വന്നെത്തി അവിടുന്ന് യു ടേൺ അടിച്ചു പോകുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അനീഷ് ചോദിക്കുന്ന ഒരു കാര്യം, എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അനുമോള് കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിവാഹം കഴിച്ചാലോ എന്ന് കാര്യം പറയുന്നതൊക്കെ ഇട്ട് കാണിക്കുന്നു. അവർ ആ വീഡിയോ കണ്ടപ്പോഴത്തേന് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം ഞെട്ടിത്തരിക്കുന്നുണ്ട്. നമുക്ക് ഞെട്ടടില്ല, നമ്മൾ ഓൾറെഡി കണ്ടതുകൊണ്ട്. ഇതിനെക്കുറിച്ച് പലരും വെളിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടി വെക്കുന്നത് അനീഷിനെ കൊള്ളരുതാത്തവനാക്കി മാറ്റുന്നു, അനീഷ് ഒരു കോമാളിയാന്ന് മാറ്റുന്നു. അതോടൊപ്പം തന്നെ അനീഷിന്റെ വൈഫ്, മുൻ വൈഫ്, ആ പുള്ളിക്കാരി അനീഷ് എന്തോ സൗന്ദര്യമില്ലാത്തത് കൊണ്ട് അനീഷ് അടിച്ച് പുറത്താക്കി, അവരുടെ വീട്ടുകാരെല്ലാം ഇട്ട് ഉപദ്രവിച്ചു എന്ന രീതിയിലൊക്കെ കുറെ തെമ്മാടികൾ വാർത്തകൾ കൊണ്ടുവരുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, അനീഷിന് തോന്നിയ ഒരു ഇഷ്ടം ആ പെൺകുട്ടിയോട് പറഞ്ഞു. എന്ത് തെറ്റാണ് അതിലുള്ളത്? ഒരു തെറ്റും ഞാൻ കാണുന്നില്ല, ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ആ മനുഷ്യന് ഇത്രയും ദിവസത്തെ ആ ഒരു ജീവിത സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന അനുമോക്ക് ഇതിന്റെ അകത്ത് 100-ൽ 150% തെറ്റുണ്ട്. ഇത് ഷാനവാസ് എടുത്തു പറഞ്ഞതുമാണ്. എന്നിട്ട് എല്ലാ കുറ്റവും കൊണ്ടുവന്ന് അനീഷിന്റെ മണ്ടക്കിട്ട് അനീഷ് ഒരു തെറ്റുകാരനാണ് എന്ന് ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതിനുവേണ്ടി ഈ പറയുന്ന മുൻ ഭാര്യയുടെ ഡീറ്റെയിൽ വരെ എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോരുത്തന്മാര് തോന്നുന്ന രീതിയിലാണ് വീഡിയോ ഉണ്ടാക്കി അത് വളച്ച് ഉണ്ടാക്കി വിടുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരാൾ ഡൈവോഴ്സ് ആയെങ്കിൽ ആ കാര്യം കഴിഞ്ഞു. അനീഷ് ആ വീടിന്റെ ഉള്ളിൽ വന്നേ പിന്നെ ഈ പറയുന്ന എക്സ് വൈഫിനെ കുറിച്ച് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരുമായിട്ടുണ്ടായ വിഷയം എന്തെന്നോ ഒന്നും പറയാനായിട്ട് നിന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ എന്ത് സാഹചര്യമാണെന്ന് ആ പെൺകുട്ടിക്കും അറിയാം, അതോടൊപ്പം തന്നെ അനീഷിനും അറിയാം. അതിന് നിങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സൗന്ദര്യത്തിന്റെ പേരിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നിങ്ങൾ കണ്ടോ സൗന്ദര്യത്തിന്റെ പേരിൽ അങ്ങനെ ചെയ്തതെന്നൊക്കെ? അല്ല, ഈ അനീഷ് കല്യാണം കഴിക്കുമ്പോൾ നോക്കിയിട്ടൊന്നുമില്ലേ കല്യാണം കഴിച്ചത് സൗന്ദര്യത്തിന്റെ പേരിലെന്ന്? ഒരു മനുഷ്യന് പരസ്പരം ഇഷ്ടപ്പെട്ടു പോകാതിരിക്കാനോ അല്ലെങ്കിൽ അവർ യോജിച്ചു പോകാതിരിക്കാനായിട്ട് പല കാരണങ്ങളുണ്ടാകാം. അതോടൊപ്പം തന്നെ ഒരു ഡൈവോഴ്സിലേക്ക് പോകുമ്പോൾ വക്കീലന്മാർ അതിനകത്ത് പല കാര്യങ്ങളും എഴുതി ചേർത്തിട്ടുണ്ടാകാം. അതൊന്നും മനസ്സിലാക്കാതെ ഒരു വ്യക്തിയെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കണം. ഇതിപ്പോ ഫൈനലിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയാണ് മോശക്കാരനാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇവിടെ അനീഷ് ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയെങ്കിൽ, അത് ചോദിച്ചെങ്കിൽ അതിന് എന്താണ് കുറ്റം? എന്നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിനൊരു കുറ്റവുമില്ല. ഇത് കൊണ്ടെത്തിച്ചത് ഈ അനുമോള് തന്നെയാണ്. അനുമോള് പറഞ്ഞതാണ്, അനുമോളുടെ ബർത്ത്ഡേക്ക് അനീഷേട്ടൻ വരുന്ന സമയത്ത് ഒരു റോസാപ്പൂ കൊണ്ടു തന്നാൽ മതി, എനിക്ക് വലിയ ഗിഫ്റ്റുകളൊന്നും വേണ്ട, എനിക്ക് റോസാപ്പൂ കൊണ്ടു തന്നാൽ മതി എന്ന് അനീഷിനോട് അനുമോള് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എന്റെ വീഡിയോ കാണുന്നവരെ നിങ്ങൾ കമന്റ് ഇടുക. അനീഷ് രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സ് മാറി വരുന്ന ഒരു വ്യക്തിയാണ്, കുളിച്ച് എല്ലാവരും സെറ്റായി വരുന്നത്. അനീഷ് ഡ്രസ്സ് ഇടുന്ന അതേ കളർ അനുമോൾ ഇടാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കൂ. അതേ മാച്ചിങ്ങിൽ അതേ കളറിൽ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വന്ന് കോംബോ ഉണ്ടാക്കാനും അതൊക്കെ അനീഷ് കാണുന്ന ഒരു വ്യക്തിയാണ്. അനീഷ് പൊട്ടണൊന്നും അല്ലല്ലോ, ആണോ? അവന്റെ മനസ്സിൽ ഇടം നേടാനുള്ള പല കാര്യങ്ങളും ഈ അനുമോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബർത്ത്ഡേയുടെ സമയത്ത് ഈ പറയുന്ന അനുമോൾ പറയുന്നത്, എന്റെ ബർത്ത്ഡേ ഇന്ന ദിവസമാണ്, അനീഷേട്ടൻ വലിയ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരണ്ട, അനീഷേട്ടൻ വരുന്ന സമയത്ത് എനിക്ക് റോസാപ്പൂ കൊണ്ടുവന്നാൽ മതി എന്ന രീതിയിൽ പറഞ്ഞത് ഈ അനുമോളാണ്. അനീഷേട്ടൻ മറന്നുപോയാലും ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കും എന്ന് പറഞ്ഞത് അനുമോളാണ്. പിന്നെ ഈ ചിഹ്നം കാണിച്ചത്, ലവ് ചിഹ്നം കാണിച്ചത്, പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് എന്താണ്? ഇച്ഛായ എന്നല്ലേ? ഇച്ഛായ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലെയിൻ കിസ് കൊടുത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കുന്നു.
അങ്ങനെ തുടങ്ങി അവിടെ നിന്ന ഈ അനീഷിന്റെ ഉള്ളിലേക്ക് സ്നേഹം വാരി വിതറിയ ഈ അനുമോൾ, അത് എന്തായിക്കോട്ടെ, നിങ്ങളത് കോംബോ ഉണ്ടാക്കിയായാലും എങ്ങനെ ഉണ്ടാക്കിയാലും അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നിങ്ങൾ അവിടെ എന്താ പറയുക ഒരു പ്രേമത്തിലേക്ക് വലിച്ചിടുകയായിരുന്നു. അത് മാത്രമല്ല അനീഷിന്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു എന്താ പറയുക നല്ലൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ അനുമോള് നല്ലൊരു ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയാണ്, കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ അനീഷിന്റെ മനസ്സിൽ തോന്നിയ ഒരു വധുവാക്കാൻ പറ്റുന്ന എല്ലാ ക്വാളിറ്റിയും നിങ്ങളിൽ കണ്ടതുകൊണ്ടാണ് നിങ്ങളോട് ആ ഒരു കാര്യം ചോദിച്ചത്. അല്ലാതെ അതിനെ കൊണ്ടുവന്ന് അനീഷിനെ ഡിഗ്രേഡ് ചെയ്ത് അനീഷിന്റെ ഫ്യൂച്ചറിനെ ഇട്ട് കളിക്കുന്ന ചില കോപ്പന്മാരുണ്ട്, യൂട്യൂബർമാർ. അമ്മാരോടാണ് എനിക്കിത് പറയാനുള്ളത്. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. ലാലേട്ടൻ അതായത് ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്ന ഒരു വിഷയത്തെ വളരെ എന്താ പറയാ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അനീഷിന്റെ ആ വികാരത്തെ കുറിച്ച് മനസ്സിലാക്കി. അനീഷ് പറഞ്ഞു എനിക്ക് തോന്നി, അത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് തന്നെ. പിന്നെ അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ ആ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീഷ് എഴുന്നേറ്റ് പോയത് ആ അനുമോള് പറയാൻ പോകുന്ന കാര്യം അനീഷിന് കൃത്യമായി മനസ്സിലായി എങ്ങോട്ടാണ് റൂട്ട്. അതുകൊണ്ട് തന്നെയാണ് അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. എന്റെ വീഡിയോ കാണുന്ന പല ആൺകുട്ടികൾക്കും അല്ലെ പല പെൺകുട്ടികൾക്കും കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയോട് നമ്മൾ ഇഷ്ടം പറഞ്ഞു, ആ പെൺകുട്ടി പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ അത് കേൾക്കാനായിട്ട് നിൽക്കത്തില്ല. പിന്നെ അനുമോളോട് മിണ്ടാതെ നടന്നതല്ല, അനുമോളോട് പറയേണ്ട കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഈ അനാർ കൊണ്ട് കൊടുക്കുകയും മിണ്ടുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന അനുമോളുടെ പെട്ടിയൊക്കെ ക്ലോസ് ചെയ്യാൻ അനീഷാണ് സഹായിച്ചത്. പക്ഷെ ഈ ഒരു വിഷയം ഇനിയും നമ്മൾ സംസാരിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് അനീഷ് പറഞ്ഞത്. അല്ലാതെ റെസ്പെക്ട് കൊടുക്കാതിരുന്നൊന്നുമല്ല. അവിടുന്ന് എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞുകൊണ്ട് അത് പിണങ്ങിപ്പോയതല്ല. ആ ഒരു വിഷയം അനീഷിന് മനസ്സിലായി. അനീഷിന് അവിടെ ക്ലാരിറ്റി കിട്ടി. ആ അനുമോക്ക് എന്നോട് ഇഷ്ടമില്ല എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അത് അങ്ങനെ ഇരുന്ന് അത് കേൾക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ പോട്ടെ, അനുമോള് നല്ല ബുദ്ധിയുള്ളവളായിരുന്നെങ്കിൽ അനുമോൾ അന്നേരം പറയണമായിരുന്നു, ഇതുപോലെ അനീഷേട്ടാ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയണമായിരുന്നു. വേണ്ടേ? അത് പറഞ്ഞിട്ടില്ല അനുമോൾ. അത് പറയാതെ അനുമോൾ അന്നേരം അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയെന്ന് വിചാരിച്ചു. പിന്നെ ആയെങ്കിലും ഈ പറയുന്ന അനീഷിനോട് പോയി സംസാരിച്ച് ആ ഒരു വിഷയം ക്ലിയർ ചെയ്യാമായിരുന്നല്ലോ. അതും ഈ പറയുന്ന അനുമോൾ ചെയ്തില്ല. അനുമോൾ എന്ത് ചെയ്ത് നേരെ ഈ പറയുന്ന മിണ്ടാതിരുന്നവരോട് വിളിച്ച്, അതായത് ആദിലെ നൂറയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു, ഷാനവാസിനെ വിളിച്ച് പറയുന്നു. അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് പറയുന്നു. ഞാൻ ഈ കാര്യം അന്നേരം തന്നെ പറഞ്ഞിരുന്നു. ആദ്യം ആദിലെ അറിയും, നൂറെ അറിയും, പിന്നെ ഷാനവാസ് അറിയും, പിന്നെ സാഹുമാൻ അറിയും. അങ്ങനെ എല്ലാവരും അറിയുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് ഈ അനുമോൾ ചെയ്തത്. അനുമോളാണ് സത്യത്തിൽ അത് വെച്ചൊരു ഗെയിം കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ അനീഷിന്റെ കാര്യം പറഞ്ഞു, ക്ലിയർ ചെയ്തു, അത് പോയി, അത്രേ ഉള്ളൂ. പിന്നെ പോട്ടെ, ഇതേ കാര്യം തന്നെ ഷാനവാസ് പറഞ്ഞില്ലേ, ആ മനുഷ്യന്റെ മനസ്സിളക്കിയത് നീയാണെന്ന് പറഞ്ഞില്ലേ. പോട്ടെ, അതൊക്കെ കഴിഞ്ഞു വെക്ക്. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ലൈവില്. അന്ന് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് കണ്ണാടിയിൽ കൂടെ പോയി അനീഷിനെ പോയി നോക്കേണ്ട കാര്യം എന്തുവാ? അപ്പൊ ഇവിടെ മനസ്സിൽ ഈ പറയുന്ന അനുമോടെ മനസ്സിൽ ഇഷ്ടമുണ്ട്. ഇല്ലാതെ രാത്രി പോയി ഒബ്സർവ് ചെയ്യുന്നു, നോക്കുന്നു, ഒളിഞ്ഞു നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ പൊട്ടന്മാരൊന്നുമല്ല. ഇതിപ്പം അനുമോളും അനീഷും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. പിന്നെ ഇത് ഫാൻസിന്റെ അകത്ത് മറ്റു ചില ഫാൻസുകാരും കയറി ഇതിന്റെ വലിയൊരു വേറൊരു വിഷയമാക്കുന്നു. അനീഷ് പൊട്ടനാന്ന് പറയുന്നു, അനീഷ് മണ്ടനാന്ന് പറയുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത്? ഒരു മനുഷ്യൻ മണ്ടനാണെന്ന് നിങ്ങളാണോ നിശ്ചയിക്കുന്നത്? ലാലേട്ടൻ ആ എപ്പിസോഡിൽ പറയുന്നുണ്ട്, ആ പ്രേമം തുറന്നു പറയാതിരുന്നുവെങ്കിൽ അദ്ദേഹം മണ്ടനായി പോയതേ, അല്ലെ അദ്ദേഹം മണ്ടനായേനെ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞതുകൊണ്ട് അദ്ദേഹം മണ്ടനല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും പറയുന്നത്, ചില ഇവന്മാരുണ്ട്, ഈ സീക്രട്ട് ഏജന്റിനെ പോലുള്ള കാപ്പന്മാരുണ്ട്. അവന്മാർ പറയുക കഴിഞ്ഞ സീസണിൽ ജിൻഡോ മണ്ടനായിരുന്നു, മണ്ടന് കപ്പ് കിട്ടി, ഈ സീസണിൽ ഒരു മണ്ടനും മണ്ടിയും കപ്പ് നേടും. എടാ നീ അവിടെ പോയവനല്ലേ? നീ അവിടെ പോയി എന്താ ഉണ്ടാക്കിയത്? നീ പോയി എന്നാ നീ മണ്ടനല്ലാത്ത നീ എന്തുകൊണ്ട് കപ്പ് നേടിയില്ല? എടാ അവന്റെ ഏത് രീതിയിലായിക്കോട്ടെ, അവൻ ഏത് ഗെയിം തന്ത്രം എടുത്തോ, നിന്നെ പോലെയുള്ള 10-20 എണ്ണത്തിന് മുമ്പില് അവൻ പിടിച്ചു നിന്ന ആ ഒരു നിപ്പുണ്ടല്ലോ. അതല്ലാതെ അതൊന്നും അറിയാതെ മണ്ടൻ ജയിച്ചു. എന്ത് മണ്ടൻ ജയിച്ചു? അവൻ കളിച്ച ഓരോ ഗെയിമും നീ നോക്ക്. അതോടൊപ്പം തന്നെ അവൻ കളിച്ച അവിടെ നിന്ന് ഈ ഗബ്രിയൊക്കെ അവനെ എങ്ങനെ ടോർച്ചർ ചെയ്തത്? നീ നിൽക്കുമായിരുന്നോ? നീ കോപ്പ് നിൽക്കുമായിരുന്നു. സിജോയെ അവിടെ പോയി എന്താ ഉണ്ടാക്കിയത്? അവൻ എന്തോ പിന്നെ തീ കാട്ടുതീയായിട്ട് പോയിട്ട് അവൻ മുള്ളിക്കെടുത്തി ജിൻഡോയുടെ ഡയലോഗ് കേട്ട്. അതോടൊപ്പം തന്നെ നിന്നെ അവൻ എത്ര ഡയലോഗ് അടിച്ച് അവിടെ ഈ തറയെ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ചുമ്മാ വന്നിട്ട് വെളിയിൽ ഇരുന്നിട്ട് അങ്ങ് ആരും അടിച്ച് അങ്ങ് വിട്ടോളുക. എടാ നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് കഴിവുള്ളതിനെ അംഗീകരിക്കാൻ പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. കുറെ എണ്ണം ഇറങ്ങിയിരിക്കുക. ഇപ്പൊ എല്ലാവരും നിന്റെ കണ്ണി കാണുന്നവരൊക്കെ മണ്ടന്മാരാ, നീ ഉള്ള ബുദ്ധിമാൻ. എന്ത് വേണം ഇത്? പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ലാലേട്ടൻ ആ ഒരു വിഷയത്തെ ഇങ്ങനെ സംസാരിച്ചു വെക്കുന്നുണ്ട്. അന്നേരം ഈ അനുമോക്ക് കാര്യങ്ങൾ പറയാമായിരുന്നല്ലോ. അനുമോക്ക് പറയായിരുന്നു, ആദിലോട് പറഞ്ഞ പോലെ ഞാൻ ഒരു ബ്രദറിനെ പോലെയാണ് അനീഷേട്ടനെ കാണുന്നത്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയണമായിരുന്നു. അവിടെ ഈ പറയുന്ന അനുമോള് ചുറ്റി ആ വർത്തമാനം പറഞ്ഞത് നിങ്ങൾ കണ്ടതല്ലേ? അതേ ലാലേട്ട എനിക്കൊരു പിന്നെ അവിടെ ഒരു ഫ്രണ്ട്സിനെ പോലെ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇങ്ങനെ കെട്ടാൻ താല്പര്യം. ഓപ്പൺ ആയിട്ട് പറയണം.
അത് കഴിഞ്ഞ് ആദിലയോട് പോയി വിഷയങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇതുപോലെ എനിക്കിനി വിവാഹാലോചന വരുമോ എന്നൊക്കെ രീതിയിൽ ആദിലയോട് പോയി പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തേ വിവാഹാലോചന വരാതിരിക്കാൻ? എന്തോ ഒരു ആൺകുട്ടി വന്ന് ഒരാളോട് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് തെറ്റ്? അനുമോടെ ഭാഗത്ത് തെറ്റുണ്ട് അല്ലെ എന്താ പറയാ, അനുമോൾ എന്തോ പറഞ്ഞേ ആ ഒരു ഇഷ്ടത്തെ പരിഗണിക്കുക ഒന്നുമല്ല. അനുമോളോട് ഇഷ്ടം പറഞ്ഞു, അനുമോൾ അതിന് എന്താ പറയാ, ഇഷ്ടമാണ് ഇഷ്ടമാണ്, അല്ല എങ്കിൽ അല്ല, അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങി നിങ്ങൾ സംസാരിച്ചത് ക്ലിയർ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇതാണ്, നിങ്ങളുടെ ആ മനസ്സിനെ നമ്മൾ ഒരിക്കലും തെറ്റു പറയുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ച് ഒരു വ്യക്തി വന്ന് പ്രണയം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യമല്ലേ പറഞ്ഞേ, അതിനെ ആ രീതിയിൽ എടുത്താൽ മതി, അല്ല വേറൊന്നുമില്ല അതിന്റെ അകത്ത്. പിന്നെ നിങ്ങൾ എന്ത് പറയുന്നത്, അനീഷേട്ടൻ മനസ്സിൽ അത്ര ആഗ്രഹിച്ച് അത് ഒരു മനുഷ്യന്റെ ആ മനസ്സിൽ ആഗ്രഹം തോന്നുന്നു അല്ലെ ഇഷ്ടം തോന്നുന്നു, അതിനെ എന്ത് പറയാനാണ്? അനുമോക്കും കൃത്യമായിട്ട് അറിയാൻ കാര്യങ്ങൾ. അനീഷിന്റെ മനസ്സിൽ ആ ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് മനസ്സിലായി, ഈ അനുമോക്കും ഉണ്ട്. പക്ഷേ അനുമോള് പറയുന്നത് അനുമോടെ ഇഷ്ടമില്ല, ഒരു കൂട്ടുകാരനെ പോലെ ഉള്ളൂ എന്ന് പറയുന്നു. ആദിലോട് പറയുന്നു സഹോദരനെ പോലെ ഉള്ളൂ എന്ന്. ഈ സഹോദരനെ പോലെ ഉള്ളൂ എന്ന് ലാലേട്ടന്റെ മുമ്പിൽ എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല? അവിടെ കിടന്ന് ചുരുണ്ട് അടിക്കുമല്ലായിരുന്നോ? അല്ലായിരുന്നോ? അപ്പൊ അത് എന്താണ്? അപ്പൊ ഈ പറയുന്ന അനുമോടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇന്നലെ ലാലേട്ടൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ലെവലിൽ എത്തിച്ചപ്പോഴത്തേന് എല്ലാവരും പറയാണ് ലാലേട്ടൻ എന്തോ പിന്നെ ബ്രോക്കർ പണി ചെയ്യുകയാണെന്ന്. അദ്ദേഹം പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു വിഷയത്തെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊണ്ടെത്തിച്ച് അദ്ദേഹം സംസാരിച്ചു, അത്രേ ഉള്ളൂ. അല്ല പിന്നെ ഈ വിഷയത്തെ വേറെ രീതിയിൽ എങ്ങനെ കാണാൻ പറ്റും? ഓ നീ പ്രേമിക്കല്ലടാ, അനുമോളോട് പറഞ്ഞത് തെറ്റായി പോയി, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? അല്ലല്ലോ. ആ ഒരു രീതിയിൽ രസകരമാക്കി അവര് കൊണ്ടുപോയി, അതൊരു ഷോയാണ്, ആ ഷോയിൽ അങ്ങനെ ആക്കി എടുത്തു. പിന്നെ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഇത് ആദ്യമാണെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇതേ അനീഷ് അത് മനസ്സിലാക്കി ഈ പറയുന്ന അനുമോളോട് ഒരു കെയർ കാണിച്ചു, അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നി, അങ്ങനെ തുടങ്ങി പല അനുകമ്പ തോന്നി, അങ്ങനെ പലതും ചേർന്നുണ്ടായ ആ ഒരു വികാരത്തിലാണ് അനീഷ് പോയി ആ കാര്യം ചോദിച്ചത്. അതിനൊരു തെറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അനീഷിന്റെ ഗെയിമാണ്, അത് അനീഷിന്റെ തന്ത്രമാണ്, അല്ലെ അനീഷിന്റെ അതാണ് ഇതാണ്, അനീഷിന്റെ പഴയ ഭാര്യ അത് ഇതെന്നൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തെ നശിപ്പിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ എന്റെ ഒരു ലൈഫുമായിട്ട് അത് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്. കാരണം എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയ സമയത്ത് ഞാൻ പോയി പറഞ്ഞു, ആ പെൺകുട്ടി എന്നോട് സഹോദരനാണെന്ന് പറഞ്ഞു, ആ രീതിയിലെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ പെൺകുട്ടിയോട് മിണ്ടാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി പിന്നെ ആ പെൺകുട്ടിയോട് പിന്നെന്താ നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കണം? ഇവിടെ അനീഷ് ആണെങ്കിൽ ആ പെൺകുട്ടിയോട് പിന്നെയും പോയി അനാറ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ അതുപോലും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി നോക്ക്, ആ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ കൊച്ചിനോട് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും അവൻ സ്നേഹിക്കുന്നുണ്ട്. അവൻ പലപ്പോഴും പറയുന്നുണ്ട് ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോഴത്തേന് അത് കിടക്കുന്നതിന് മുമ്പേ ആ വിഷയം ക്ലിയർ ചെയ്തിട്ട് പോകുന്ന മനുഷ്യനാ, ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കാത്ത വ്യക്തിയാ. ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന എത്ര ആൺകുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്. അതിനെ കൊണ്ടുവന്ന് ഒരാൾ ഇഷ്ടം തുറന്ന് പറയുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ മണ്ടൻ, കോമാളി, ജോക്കർ ഈ രീതിയിലൊക്കെ കൊണ്ടെത്തിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. പിന്നെ ലാലേട്ടൻ ഇന്നലെ 2 കേക്ക് കൊണ്ടുവന്നു, അവർക്ക് കൊടുത്തു. ഒന്ന് അനീഷ് മോനും അതോടൊപ്പം തന്നെ അനുമോളും എന്ന് പറഞ്ഞുള്ള ഒരു കേക്കൊക്കെ കൊടുത്തു. എന്തായാലും എപ്പിസോഡ് കളർഫുൾ ആയിരുന്നു, കണ്ടിരിക്കാൻ രസമായിരുന്നു. ഇന്നലെ കാണിച്ച പ്രൊമോയിലുള്ളതുപോലെ തന്നെ ആകാംക്ഷയോടെ ഓരോരുത്തരും കാത്തിരുന്ന ഒരു രംഗമാണ്. ഇനി ഇവർക്ക് എന്തെങ്കിലും പരസ്പരം ഇഷ്ടം ഇനി ഭാവിയിൽ തോന്നിയാൽ, അനുമോക്കിനും വെളിയിൽ ഇറങ്ങിയിട്ട് അങ്ങനെ വല്ലതും തോന്നിയാൽ, അതോടൊപ്പം തന്നെ അവരുടെ വീട്ടുകാർക്ക് അങ്ങനെ വല്ല സമ്മതം ഉണ്ടായെങ്കിൽ കല്യാണം നടത്തി കൊടുക്കട്ടെ, ഇവർ രണ്ടും ഒന്നാകട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പല പ്രേക്ഷകരും ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് നോക്കിയിട്ട് രണ്ടുപേരും സാധാരണപ്പെട്ടവരാണ്, രണ്ടുപേരെയും എനിക്കിഷ്ടമാണ്. ഷാനവാസിനെ ഇഷ്ടമാണ്, അനീഷിനെ ഇഷ്ടമാണ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന അനുമോളെ ഇഷ്ടമാണ്. ഷാനവാസിനേക്കാളും കൂടുതൽ എനിക്ക് അനീഷിനെ അനുമോളെയുമാണ് ഇഷ്ടം. അപ്പൊ അവരൊന്നിക്കുന്നതിനോട് എനിക്ക് 100% താല്പര്യം തന്നെയാണ്. ഈ അനീഷിന്റെ ഇഷ്ടം അനീഷൻ തുറന്നു പറഞ്ഞു എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും